നിങ്ങൾക്കിഷ്ടമല്ലാത്ത ആളുകളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങളും വെള്ളം പോലെ പണമൊഴുക്കി കളയുകയാണോ? സമൂഹം എന്തിനെയാണോ ഔദാര്യമെന്ന് വിളിക്കുന്നത്, ചാണക്യനീതിയിൽ അത് സാമ്പത്തിക ആത്മഹത്യയാണ്. ആളുകളുടെ കണ്ണിൽ വലിയവനാകാൻ വേണ്ടി പണം ധൂർത്തടിക്കാൻ ഈ ലോകം നിങ്ങളെ പ്രേരിപ്പിക്കും. എന്നാൽ സത്യത്തിൽ നിങ്ങൾ അവരുടെ അടിമകളാകുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മഹാപിശുക്കനാകേണ്ട ആ 5 ഇടങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഓർക്കുക, ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ പിശുക്ക് നാളെ ലോകത്തെ മുഴുവൻ നിങ്ങളുടെ മുന്നിൽ തലകുനിപ്പിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് നൽകും. ഇതിൽ മൂന്നാമത്തെ കാര്യത്തിനു വേണ്ടി 90% ഇന്ത്യക്കാരും തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ തുലയ്ക്കുകയാണ്. ഇവിടെ നിന്നാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പണം ചിലവാക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർത്തുമില്ല. നിങ്ങളുടെ തലച്ചോറുമായി വളരെ വലിയൊരു സൈക്കോളജിക്കൽ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള സിസ്റ്റം, ഈ വലിയ വലിയ കമ്പനികൾ, എന്തിനു നിങ്ങളുടെ സ്വന്തം സമൂഹം പോലും അദൃശ്യമായ ഒരു സ്ക്രിപ്റ്റിലാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെയൊക്കെ ഒരേയൊരു ലക്ഷ്യം നിങ്ങളുടെ ചോര നീരാക്കി ഉണ്ടാക്കിയ പണം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും ഊറ്റിയെടുക്കുക, നിങ്ങളെ വില കുറഞ്ഞ ഡോപമൈനിന് അടിമയാക്കി ഒരു അനുസരണയുള്ള കൺസ്യൂമറായി നിലനിർത്തുക എന്നത് മാത്രമാണ്. ഡാർക്ക് സൈക്കോളജിയുടെ ആദ്യത്തെ നിയമം പറയുന്നത്, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും തന്റെ പണത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ്. സ്വന്തം പണത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവനെ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കും. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. യഥാർത്ഥ കരുത്ത് വിലയേറിയ കാറുകളിലോ ബ്രാൻഡഡ് വസ്ത്രങ്ങളിലോ അല്ല. ഒരു ശക്തമായ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിലാണ് യഥാർത്ഥ കരുത്തിരിക്കുന്നത്. ആരോടും വിശദീകരണം നൽകാതെ നോ പറയാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ശരി, ഇന്നും ഇപ്പോൾ മുതൽക്കും നിങ്ങൾ ദയയുമില്ലാതെ പിശുക്കനാകേണ്ട ആ ഒന്നാമത്തെ ഇടം നോക്കാം. ഒന്നാമത്തെ ഇടം ഫേക്ക് സോഷ്യൽ സ്റ്റാറ്റസ്, അതായത് വ്യാജ സാമൂഹിക അന്തസ്സ്. ആ പുതിയ ഐഫോൺ വാങ്ങിയാൽ നിങ്ങളെ കണ്ടാൽ വലിയ പണക്കാരനാണെന്ന് തോന്നും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ ആ കമ്പനിയെ കൂടുതൽ സമ്പന്നമാക്കുകയാണ്, ഒപ്പം നിങ്ങളെ തന്നെ ഒരു ഫിനാൻഷ്യൽ ട്രാപ്പിലേക്ക് തള്ളിയിടുകയുമാണ്. മാസം 30,000 രൂപ ശമ്പളമുള്ള, എന്നാൽ EMIയുടെ വലയിൽപ്പെട്ട് തങ്ങൾക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത കാർ വാങ്ങുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തിനാണ്? നാട്ടുകാരും ഉള്ളിലിരുന്ന് അസൂയപ്പെടുന്ന ആ ബന്ധുക്കളും അവരെ സക്സസ്ഫുള്ളായി കാണാൻ വേണ്ടി മാത്രം. എന്നാൽ ഈ കളി ഇവിടെ മാറും. നിങ്ങൾ അവരുടെ മുന്നിൽ ഉള്ളപ്പോൾ മാത്രമാണ് ആ 4 പേർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളുടെ പുറകിൽ ആർക്കും നിങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു, തന്റെ യഥാർത്ഥ അവസ്ഥ മറച്ചുവെച്ച് വ്യാജമായ ഒരു ആവരണമണിയുന്ന വ്യക്തിയുടെ നാശം ഉറപ്പാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ പണം ചിലവാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയുടെ സ്വാതന്ത്ര്യമാണ് പണയം വയ്ക്കുന്നത്. ബുദ്ധിമാന്മാർ മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് സ്വയം സമ്പന്നരാകുന്നു, തൊണ്ട ശരിയാക്കുന്ന ശബ്ദം. എന്നാൽ ഒരു വിഡ്ഢി മറ്റുള്ളവരുടെ വ്യാജമായ കയ്യടികൾക്ക് വേണ്ടി സ്വന്തം പണം കത്തിച്ചു കളയുന്നു. ഇതിനെ ഡാർക്ക് സൈക്കോളജിയിൽ വാലിഡേഷൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. തൊണ്ട ശരിയാക്കുന്ന ശബ്ദം. ഒരു മനുഷ്യൻ ഉള്ളിൽ എത്രത്തോളം ശൂന്യതയും അരക്ഷിതാവസ്ഥയും അനുഭവിക്കുന്നുവോ അത്രത്തോളം പുറമെയുള്ള വിലകൂടിയ സാധനങ്ങൾ കൊണ്ട് ആ ശൂന്യത നികത്താൻ അവൻ ശ്രമിക്കും. ഇന്നു മുതൽ ഈ കാട്ടിക്കൂട്ടലുകൾക്ക് വേണ്ടി 1 രൂപ പോലും ചിലവാക്കുന്നത് നിർത്തുക. പഴയ ഫോൺ കൊണ്ട് കാര്യം നടക്കുമോ? നടക്കട്ടെ. പഴയ ബൈക്ക് ഓടുന്നുണ്ടോ? തീർച്ചയായും ഓടട്ടെ. നിങ്ങളുടെ വസ്ത്രങ്ങളും ഗാഡ്ജറ്റുകളും കണ്ട് നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരാൾ നിങ്ങളുടെ സുഹൃത്തല്ല, വെറുമൊരു അവസരവാദി മാത്രമാണ്. അത്തരം ആളുകളുടെ കണ്ണിൽ നിങ്ങളുടെ വില നിങ്ങൾ തന്നെ മനഃപൂർവ്വം കുറയ്ക്കുക. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങൾ ദരിദ്രനാണെന്നും പിശുക്കനാണെന്നും അവർ വിചാരിക്കട്ടെ. കാരണം നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ സമ്പത്തിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ അവർ ഈ കാട്ടിക്കൂട്ടലുകൾക്കിടയിൽ സ്വന്തം ശവക്കുഴി തോണ്ടുകയായിരിക്കും. നിങ്ങളുടെ ഈ പിശുക്ക് ലോകത്തിന്റെ പരിഹാസങ്ങൾക്കെതിരെയുള്ള നിങ്ങളുടെ ഏറ്റവും ശക്തമായ മെന്റൽ ആർമറായി മാറും. നമ്മൾ അവസരവാദികളെക്കുറിച്ച് സംസാരിക്കുകയാണല്ലോ. നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റ് ഒന്ന് തുറന്നു നോക്കൂ. ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ വലിയ തെറ്റ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ തന്നെ നിങ്ങളുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തൊണ്ട ശരിയാക്കുന്ന ശബ്ദം. രണ്ടാമത്തെ ഇടം എന്റർടൈനിങ് ടോക്സിക് പീപ്പിൾ. വിഷലിപ്തമായ ബന്ധങ്ങളിലെ സൽക്കാരങ്ങൾ. സത്യസന്ധമായി നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ആ ആളുകൾക്ക് ചായയും കോഫിയും വാങ്ങിക്കൊടുക്കുന്നത്? നിങ്ങൾ എഴുന്നേറ്റു പോകുമ്പോൾ നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ കളിയാക്കുന്ന ആളുകളുടെ പാർട്ടികൾക്ക് നിങ്ങൾ എന്തിനാണ് വില കൂടിയ സമ്മാനങ്ങൾ കൊണ്ടുപോകുന്നത്? നെറ്റ്വർക്കിംഗിന്റെയും ബന്ധങ്ങൾ നിലനിർത്തുന്നതിന്റെയും പേരിൽ നിങ്ങളുടെ മാനസിക സമാധാനത്തിനോ വളർച്ചയ്ക്കോ 0 കോൺട്രിബ്യൂഷൻ നൽകുന്ന അത്തരം സുഹൃത്തുക്കൾക്കും അസൂയാലുക്കളായ ബന്ധുക്കൾക്കും വേണ്ടി നമ്മൾ പലപ്പോഴും നമ്മുടെ വിലയേറിയ സമയവും പണവും പാഴാക്കുന്നു. ഇവർ നിങ്ങളുടെ ജീവിതത്തിലെ ഊർജം വലിച്ചെടുക്കുന്ന എനർജി വാമ്പയർമാരാണ്. ചാണക്യനീതി വളരെ വ്യക്തമായ വാക്കുകളിൽ പറയുന്നു,
ദുഷ്ടനായ സുഹൃത്തും കപടനായ ബന്ധുവും നിങ്ങൾ പാലുകൊടുത്തു വളർത്തുന്ന വിഷപ്പാമ്പിനെപ്പോലെയാണ്. അവസരം ലഭിക്കുമ്പോൾ അവൻ നിങ്ങളെ തന്നെ കടിക്കും. നിങ്ങൾക്കൊരു മോശം സമയം വരുമ്പോൾ, വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹായം ആവശ്യമുള്ളപ്പോൾ, എല്ലാ വീക്കെൻഡിലും നിങ്ങൾക്കൊപ്പം പാർട്ടിയുടെ ബില്ലടയ്ക്കുന്ന ആ സുഹൃത്തുക്കൾ നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കുമോ? അവരുടെ വിവാഹങ്ങൾക്ക് നിങ്ങളുടെ കഴിവിലും കൂടുതൽ സമ്മാനങ്ങൾ നൽകിയ ആ ബന്ധുക്കൾ നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ടു വരുമോ? തീർത്തുമില്ല. അവർ ആദ്യം സ്വന്തം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും, നിങ്ങളുടെ പരാജയത്തിൽ ചിരിക്കുകയും ചെയ്യും. പിന്നെ എന്തിനാണ് നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം അവരുടെ വിനോദത്തിനു വേണ്ടി ഇന്ന് നിങ്ങൾ കത്തിച്ചു കളയുന്നത്? ഇവിടെ നിങ്ങൾ കല്ലുപോലെ കഠിനഹൃദയനായേ തീരൂ. ഡാർക്ക് സൈക്കോളജിയുടെ നിയമം ഇതാണ്: ഫിനാൻഷ്യൽ റിട്ടേൺ ആയാലും വൈകാരികമായ പിന്തുണയായാലും റിട്ടേൺ ഗ്യാരണ്ടി ഉള്ളയിടത്ത് മാത്രം നിങ്ങളുടെ സമയവും പണവും നിക്ഷേപിക്കുക. ഇത്തരം വിഷലിപ്തമായ ആളുകൾക്കു വേണ്ടി ചിലവാക്കുന്നതിനേക്കാൾ നല്ലത് ആ പണം കത്തിച്ചു കളയുന്നതാണ്. അടുത്ത തവണ അങ്ങനെയൊരു സുഹൃത്ത് നിങ്ങളെ വേണ്ടാത്തൊരു പാർട്ടിക്കോ ട്രിപ്പിനോ വിളിക്കുമ്പോൾ ഒരു ന്യായീകരണവും നൽകാതെ നേരിട്ട് നോ പറയാൻ പഠിക്കുക. മോശം തോന്നുന്നുണ്ടോ? തോന്നട്ടെ. നിങ്ങളുടെ ഈ പിശുക്ക് അവരുടെ വിഷലിപ്തമായ സ്വാധീനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും ആർക്കും മറികടക്കാൻ കഴിയാത്ത ഒരു അഭേദ്യമായ കോട്ട നിങ്ങൾക്ക് ചുറ്റും തീർക്കുകയും ചെയ്യും. എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ്. അദൃശ്യമായ ഒരു ഭയത്തിന്റെ നിഴലിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ നാശം സംഭവിക്കുന്നത്. തൊണ്ട ശരിയാക്കുന്ന ശബ്ദം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച ആ മൂന്നാമത്തെ ഇടത്തെക്കുറിച്ചാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. 90% ഇന്ത്യക്കാരും തങ്ങളുടെ തലമുറകളുടെ സമ്പത്ത് നശിപ്പിക്കുന്ന ഭയാനകമായ ഒരു കെണി, ഒരു മാനസിക മിഥ്യ. നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും ഒരിക്കലും സമ്പന്നരാകാൻ അനുവദിക്കാത്ത ഒരു ഇരുണ്ട കിണർ. ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ നിങ്ങളിത് നിങ്ങളുടെ ധർമ്മവും കടമയുമായി കരുതി പൂർണ്ണ സന്തോഷത്തോടെ ചെയ്യുന്നു എന്നതാണ്. നമ്മൾ സംസാരിക്കുന്നത് സമൂഹത്തിന്റെ പൊള്ളയായ ആചാരങ്ങളെയും നാട്ടുനടപ്പുകളെയും കുറിച്ചാണ്. ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യന് പോലും ബുദ്ധി നഷ്ടപ്പെടുന്ന ഒരു ചതുപ്പാണിത്. ആളുകൾ എന്തു വിചാരിക്കും? ഈ 3 വാക്കുകൾ ലോകത്തിലെ ഏത് ആയുധത്തെക്കാളും അപകടകരമാണ്. ഈ ഒരു വാചകം ഇന്ത്യയിലെ എത്രയോ കുടുംബങ്ങളെ കടക്കെണിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പിതാവ് തന്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും റിട്ടയർമെന്റ് പണവും പോരാത്തതിന് ബാങ്കിൽ നിന്ന് വലിയൊരു ലോണുമെടുത്ത് മകളുടെയോ മകന്റെയോ വിവാഹത്തിന് 500 1000 ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു. ഉള്ളിലിരുന്ന് ഈ കുടുംബത്തോട് അസൂയപ്പെടുന്ന ആ അകന്ന ബന്ധുക്കളുടെ മുന്നിൽ തന്റെ കഴിവ് തെളിയിക്കാൻ അവൻ ശ്രമിക്കുന്നു. ഈ നാടകത്തിന്റെ അവസാനമെന്താണ്? അതേ ബന്ധുക്കൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം പനീറിൽ ഉപ്പില്ല എന്ന് പരാതി പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നു. ആ കുടുംബം ഒരു രാത്രിയുടെ ആ വ്യാജ പ്രൗഢിക്കു വേണ്ടി അടുത്ത 15 വർഷം ഈ EMI അടച്ചു തീർക്കുന്നു. ഏറ്റവും വലിയ മാനസിക അടിമത്തം ഒളിഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ഡാർക്ക് സൈക്കോളജിയിൽ ഇതിനെ ക്രൗഡ് മാനിപ്പുലേഷൻ എന്ന് വിളിക്കുന്നു. സമൂഹത്തിൽ നിന്ന് പുറത്തുകടന്ന് ആർക്കും സ്വതന്ത്രരാകാൻ കഴിയാത്ത വിധത്തിലാണ് ബോധപൂർവം ഈ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പാരമ്പര്യത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ ധൂർത്തടിച്ചില്ലെങ്കിൽ നിങ്ങളെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടാക്കുമെന്ന് പറഞ്ഞ് അവർ നിങ്ങളെ ഭയപ്പെടുത്തുന്നു. എന്നാൽ ചാണക്യനീതിയുടെ വളരെ ക്രൂരവും കഠിനവുമായ ഒരു സത്യമുണ്ട്. നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ഈ സമൂഹം അതൊരു കാഴ്ചയായി മാത്രം നോക്കി നിൽക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് ആരും ഒരു ചാക്ക് അരിയുമായി വരില്ല. ഇവിടെയാണ് നിങ്ങളൊരു റിച്ച് മൈൻഡ് സെറ്റ് വികസിപ്പിക്കുകയും മഹാപിശുക്കനാകുകയും ചെയ്യേണ്ടത്. ഇത്തരം സാമൂഹിക ചടങ്ങുകളുടെ കാര്യം വരുമ്പോൾ നിങ്ങളുടെ പരിധിക്കപ്പുറത്തേക്ക് 1 ഇഞ്ച് പോലും കാൽ വെക്കരുത്. ലോകം പറയുന്ന അസംബന്ധങ്ങൾ അവർ പറയട്ടെ. ഒരിക്കലും സന്തോഷിക്കാൻ കഴിയാത്ത ആ അസൂയാലുക്കളായ ബന്ധുക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ അധ്വാനത്തിന്റെ പണം കത്തിക്കരുത്. പകരം ആ പണം കൊണ്ട് അസറ്റുകൾ ഉണ്ടാക്കുക. പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരിടത്ത് അത് നിക്ഷേപിക്കുക. ഇന്ന് നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ പിശുക്കനെന്നോ സ്വാർത്ഥനെന്നോ വിളിക്കും. അവർ വിളിക്കട്ടെ. എന്നാൽ ഇതേ പിശുക്കിലൂടെ മിച്ചം വെച്ച പണം കൊണ്ട് നിങ്ങളുടെ കുട്ടികൾ മികച്ചതും സുരക്ഷിതവുമായൊരു ജീവിതം നയിക്കുമ്പോൾ ഇതേ സമൂഹം നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും. നിങ്ങളുടെ ഇന്നത്തെ പിശുക്ക് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കുള്ള അഭേദ്യമായ സാമ്പത്തിക കവചമാണ്. ഈ മൂന്നാമത്തെ പത്മവ്യൂഹം തകർത്ത് നിങ്ങൾ പുറത്തുവന്നാലും 4മതൊരു കിടങ്ങ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങളുടെ ആണത്തമോ അല്ലെങ്കിൽ നിങ്ങളുടെ വിലയോ തെളിയിക്കാനുള്ള ശ്രമത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വേരുകൾ മുറിക്കുന്ന ഒരു സൂക്ഷ്മമായ സൈക്കോളജിക്കൽ കെണി. 4മത്തെ ഇടം ബൈയിങ് ചീപ്പ് വാലിഡേഷൻ. വില കുറഞ്ഞ ജനപ്രീതിയും പ്രശംസയും. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ഈ കൈപ്പേറിയ സത്യം നിങ്ങളുടെ ഉള്ളിൽ കൊള്ളും. സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോകുമ്പോൾ ആദ്യം സ്വന്തം പേഴ്സ് പുറത്തെടുക്കുന്ന ആളുകളിൽ ഒരാളാണോ നിങ്ങൾ? വെയിറ്റർമാരും ചുറ്റുമുള്ളവരും നിങ്ങളെ വലിയൊരു മനുഷ്യനായി കാണാൻ വേണ്ടി മാത്രം നിങ്ങൾ ഹോട്ടലുകളിൽ വലിയ ടിപ്പുകൾ നൽകുന്നുണ്ടോ? ആണെങ്കിൽ നിങ്ങൾ ഉദാരമനസ്കനല്ല. നിങ്ങൾ അഗാധമായൊരു മാനസിക മിഥ്യാധാരണയുടെ ഇരയാണ്. ഇത് നീഡ് ഫോർ അപ്രൂവലാണ്. ഒരാൾക്ക് ആത്മവിശ്വാസമില്ലാത്തപ്പോൾ അവൻ പണത്തിന്റെ പിൻബലത്തിൽ ആളുകളിൽ നിന്ന് കയ്യടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾക്ക് ചുറ്റുമിരിക്കുന്ന ആളുകൾ അളിയൻ വലിയ സെറ്റപ്പാണ്, അവനാണ് ബില്ലടയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ പ്രശംസിക്കുകയല്ല. അവരുടെ കാര്യം ഫ്രീയായി നടക്കാൻ വേണ്ടി അവർ നിങ്ങളുടെ ഈഗോയെ മസാജ് ചെയ്യുകയാണ്. ഡാർക്ക് സൈക്കോളജി ഇതിനെ ഈഗോ സ്ട്രോക്കിംഗ് എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് വലിയവനായി തോന്നാൻ ഇഷ്ടമാണെന്ന് എതിർവശത്തുള്ള ആൾക്കറിയാം. അതുകൊണ്ട് അവൻ മനഃപൂർവ്വം നിങ്ങളെ വ്യാജമായി പ്രശംസിക്കുകയും നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുകയും ചെയ്യുന്നു. ചാണക്യൻ പറഞ്ഞിരുന്നു, വ്യാജ പ്രശംസകളുടെ ലഹരിയിൽ അന്ധനാകുന്ന മനുഷ്യന്റെ ഖജനാവ് വളരെ വേഗം കാലിയാകും. നിങ്ങളുടെ അധ്വാനത്തിന്റെ പണം ഈ 2 പൈസയുടെ വിലയില്ലാത്ത ജനപ്രീതിക്കു വേണ്ടി വിൽക്കുന്നത് നിർത്തുക. യഥാർത്ഥ പവർനോ പറയുന്നതിലാണ്. അടുത്ത തവണ ബിൽ വരുമ്പോൾ ശാന്തനായിരിക്കുക. നിങ്ങളുടെ വിഹിതം മാത്രം നൽകുക, അവിടെ അവസാനിപ്പിക്കുക. ആരെങ്കിലും നിങ്ങളെ പിശുക്കനായി കാണുന്നുണ്ടോ? തീർച്ചയായും കാണട്ടെ. പോക്കറ്റ് കാലിയാകുമ്പോൾ കാണിക്കുന്ന ഉദാരമനസ്കതയെ ചരിത്രം വിളിക്കുന്നത് വിഡ്ഢിത്തം എന്നാണ്. അപരിചിതനായ ഒരു വെയിറ്ററോ അല്ലെങ്കിൽ കാര്യം സാധിക്കാൻ നിൽക്കുന്ന സുഹൃത്തുക്കളോ തന്റെ ബാങ്ക് ബാലൻസിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്നത് ഒരു ബുദ്ധിമാനെ സംബന്ധിച്ച് യാതൊരു വിഷയവുമല്ല. ഈ ഉപരിപ്ലവമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ യഥാർത്ഥ പവർ ചിലവാക്കരുത്. എന്നാൽ ഇവിടെ മറ്റൊരു അപകടകരമായ കളി കൂടിയുണ്ട്. ഇതെല്ലാം പുറത്തുള്ളവരുടെ കളിയായിരുന്നു. സമൂഹം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. എന്നാൽ ഏറ്റവും വലിയ, ഏറ്റവും അപകടകരമായ വഞ്ചന നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങൾ പണം ലാഭിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ തലച്ചോറിനെ വിശ്വസിപ്പിക്കുന്ന ഒരു കെണി. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പൂർണ്ണമായും പാപ്പരാവുകയാണ്. പിശുക്കനാകാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസാന ഇടമാണിത്. എന്നാൽ അവിടെ പിശുക്ക് കാണിച്ചില്ലെങ്കിൽ ബാക്കി 4 നിയമങ്ങൾക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ഇതാണ് ഏറ്റവും അപകടകരമായ അവസാനത്തെ കെണി. സെയിൽ, ഡിസ്കൗണ്ട് എന്നീ മായാജാലങ്ങൾ. നിങ്ങളുടെ സ്വന്തം തലച്ചോറ് തന്നെ നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി മാറുന്ന ഒരിടം. നിങ്ങൾ മാളിൽ പോകുന്നു അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് തുറക്കുന്നു. നിങ്ങൾക്കൊരു ഷൂവോ ഗാഡ്ജറ്റോ കാണുന്നു. അതിന്റെ വില 5000 രൂപയാണ്. എന്നാൽ ലിമിറ്റഡ് ടൈം ഓഫർ പ്രകാരം അതിന് 50% വലിയ ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങളുടെ തലച്ചോറ് ഉടൻ നിങ്ങളോട് പറയും, വാവ്, ഇതൊരു വലിയ ഡീലാണ്, ഞാൻ നേരെ 2500 രൂപ ലാഭിച്ചു. ഇവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റുന്നത്. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ 2500 രൂപ ലാഭിക്കുകയല്ല ചെയ്തത്. മറിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ആ പണം എന്നേക്കുമായി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം നിങ്ങൾക്ക് സത്യത്തിൽ ആ സാധനത്തിന്റെ യാതൊരു ആവശ്യവുമില്ലായിരുന്നു. നിങ്ങൾ ആ പ്രൊഡക്റ്റ് അല്ല വാങ്ങുന്നത്, നിങ്ങൾ ആ ഫീലിംഗ് ആണ് വാങ്ങുന്നത്. ഡാർക്ക് സൈക്കോളജിയിൽ ഇതിനെ ഇല്യൂഷൻ ഓഫ് ബാർഗെയിൻ എന്ന് വിളിക്കുന്നു. ലോകത്തിലെ വലിയ വലിയ ഇ-കൊമേഴ്സ് കമ്പനികളും അവരുടെ മാർക്കറ്റിംഗ് വിദഗ്ധരും നിങ്ങളുടെ തലച്ചോറിലെ ചീപ്പ് ഡോപ്പമൈൻ റിസപ്റ്ററുകളുമായി വളരെ തന്ത്രപരമായൊരു കളിയാണ് കളിക്കുന്നത്. അവർ വ്യാജമായ ഒരു അർജൻസി സൃഷ്ടിക്കുന്നു. ഓഫർ എൻഡ്സ് ഇൻ 2 hours. ഇത് നിങ്ങളുടെ യുക്തിസഹമായി ചിന്തിക്കുന്ന തലച്ചോറിനെ പൂർണ്ണമായും പൂജ്യമാക്കുകയും നിങ്ങളെ ഒരു ഇമ്പൾസ് ബയറാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്ന് ഈ ഡീൽ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വലുതെന്തോ നഷ്ടപ്പെടും എന്നൊരു ഭയം അവർ നിങ്ങളിൽ ഉണ്ടാക്കുന്നു. എന്നാൽ ഇതിൽ ചാണക്യന്റെ നീതി എന്താണ് പറയുന്നത്? സ്വന്തം ഇന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണമില്ലാത്തവന്റെ പതനം ഉറപ്പാണ്. യാതൊരു ആവശ്യവുമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ വെറും അത്യാഗ്രഹം കൊണ്ട് മാത്രം വാങ്ങിക്കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കേണ്ടി വരുന്ന ഒരു ദിവസം വളരെ വേഗം വന്നെത്തും. ഇതൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ രോഗമാണ്. ഇന്നത്തെ ചെറിയ സന്തോഷത്തിനു വേണ്ടി നമ്മുടെ നാളെയുടെ വലിയ സ്വാതന്ത്ര്യം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിഷ്കരണമില്ലാതാക്കണം. അതെ, നിങ്ങളിവിടെ ഒരു മഹാപിശുക്കനായേ തീരൂ. എന്ത് അനാവശ്യ സാധനം വാങ്ങാൻ പോകുമ്പോഴും സ്വയം തടയുക. ഒരു 24 മണിക്കൂർ സമയമെടുക്കുക. നിങ്ങളോട് തന്നെ കഠിനമായ ഒരു ചോദ്യം ചോദിക്കുക. ഇതെനിക്കൊരു അസറ്റാണോ? അതായത് എന്റെ പണം വർദ്ധിപ്പിക്കുമോ? അതോ എന്റെ പോക്കറ്റിൽ നിന്ന് പണം ചോർത്തുന്ന ഒരു ലയബിലിറ്റിയാണോ? 99% സമയത്തും നിങ്ങളുടെ ഉത്തരം അതൊരു ലയബിലിറ്റി എന്ന് തന്നെയായിരിക്കും. തൊണ്ട ശരിയാക്കുന്ന ശബ്ദം. മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവനല്ല പണക്കാരനാകുന്നത്. മറിച്ച് യഥാർത്ഥ പണക്കാരനാകുന്നത് തന്റെ അനാവശ്യ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ആ പണം ലാഭിക്കാനും ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കാനും അറിയാവുന്നവനാണ്. ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് മുന്നിൽ വെറുമൊരു അന്ധനായ കൺസ്യൂമർ ആകാതിരിക്കുക. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഏത് ഡിസ്കൗണ്ടിനും പരസ്യങ്ങൾക്കും ഭേദിക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ തലച്ചോറിന് ചുറ്റും ശക്തമായ ഒരു മെന്റൽ ആർമർ തീർക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ പൂർണ്ണമായും തുറക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ഇന്നു മുതൽ ഈ കൈപേറിയ സത്യം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഉറപ്പിക്കുക. പിശുക്ക് ഒരിക്കലും ദാരിദ്ര്യത്തിന്റെ ലക്ഷണമല്ല. അതൊരു സമ്പന്നതയിലേക്കുള്ള രഹസ്യവഴിയാണ്. ഇതൊരു തന്ത്രമാണ്. ലോകത്തേക്കാൾ 2 ചുവട് മുന്നിൽ നിൽക്കാനുള്ള വളരെ വലിയൊരു പവർ മൂവാണിത്. പണം ചിലവാക്കാൻ ലോകം നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഇടങ്ങളിൽ പിശുക്കനാകുക. അങ്ങനെ ലാഭിക്കുന്ന പണം കൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും.
വ്യാജമായ കാട്ടിക്കൂട്ടലുകൾ, വിഷലിപ്തമായ ബന്ധുക്കളുടെ സൽക്കാരങ്ങൾ, സമൂഹത്തിന്റെ പൊള്ളയായ ആചാരങ്ങൾ, വില കുറഞ്ഞ ജനപ്രീതിക്കായുള്ള വിശപ്പ്, പിന്നെ ഡിസ്കൗണ്ടുകളുടെ പ്രലോഭനം. ഈ 5 കുഴികളിലാണ് നിങ്ങളുടെ 1 രൂപ പോലും വീഴാൻ പാടില്ലാത്തത്. ഈ 5 ഇടങ്ങളിൽ നിങ്ങൾ പണം ലാഭിക്കുമ്പോൾ തുടക്കത്തിൽ ആളുകൾ നിങ്ങളെ കളിയാക്കും. നിങ്ങളെ മഹാപിശുക്കൻ എന്ന് വിളിക്കും. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നും. എന്നാൽ ഓർക്കുക, ഡാർക്ക് സൈക്കോളജിയുടെ ഏറ്റവും വലുതും മാറ്റാനാവാത്തതുമായ നിയമമാണിത്. ആൾക്കൂട്ടം എപ്പോഴും എളുപ്പമുള്ള വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഒറ്റയ്ക്കും ശരിയായ വഴിയിലൂടെയും നടക്കാൻ ധൈര്യം കാണിക്കുന്നവർ മാത്രമാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഇന്നു മുതൽ കൃത്യം 5 വർഷത്തിനു ശേഷം ഈ പിശുക്കിലൂടെ നിങ്ങൾ ലാഭിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്ത പണം ഉപയോഗിച്ച് നിങ്ങൾ പരാജയപ്പെടുത്താനാവാത്ത ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ, ഇന്ന് നിങ്ങളെ നോക്കിച്ചിരിക്കുന്ന ഇതേ ലോകം നിങ്ങളുടെ മുന്നിൽ തലകുനിച്ച് സലാം അടിക്കുകയും നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നും ഇപ്പോൾ മുതൽക്കും ഈ കൈപ്പേറിയ സത്യം ഉൾക്കൊള്ളാനും ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാനും നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിൽ എനിക്ക് ഈ വീഡിയോയുടെ കമന്റുകളിൽ ഒരു വാക്കു മാത്രം മതി. നിങ്ങളുടെ മാനസികവും സാമ്പത്തികവുമായ അടിമത്തത്തിന്റെ ചങ്ങലകൾ ഇന്ന് എന്നേക്കുമായി പൊട്ടിച്ചെറിഞ്ഞു എന്നറിയാൻ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ പോയി നിങ്ങളുടെ പൂർണ്ണ ശക്തിയോടെ എഴുതുക. സങ്കല്പം. ഈ വീഡിയോ നിങ്ങളുടെ തലച്ചോറിന്റെ അടഞ്ഞ വാതിലുകൾ തുറക്കുകയും നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ലൈക്ക് ചെയ്യുക. വ്യാജമായ പ്രൗഢിയുടെ വലയിൽപ്പെട്ട് സ്വന്തം ഭാവി നശിപ്പിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഡാർക്ക് സൈക്കോളജി, ചാണക്യനീതി, ജീവിതത്തിലെ കൈപേറിയ സത്യങ്ങൾ എന്നിവയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, നിങ്ങളുടെ തലച്ചോറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഇത് ഒരിക്കലും മറ്റൊരാളുടെ നിയന്ത്രണത്തിലേക്ക് പോകാൻ അനുവദിക്കരുത്.